നമ്മൾ നേരത്തെ കപ്രിക്കാടിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് കോടനാടാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോടനാടാണ്. നേരത്തെ കപ്രിക്കാടിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു കോടനാടിൻ്റെ ഒരു വീഡിയോ ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ കോടനാട് എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററോ സൂവോ ഇതൊന്നും തന്നെ ഇല്ല, അതൊക്കെ തന്നെ പൂട്ടിപ്പോയി. അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു എങ്ങനെയുണ്ട് അവിടെ ആ ഏരിയ എങ്ങനെയുണ്ട് എന്നും പിന്നെ നേരത്തെ അവിടെ നിന്ന് എടുത്തേക്കുന്ന കുറേ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. കോടനാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരുപക്ഷെ കപ്രിക്കാടിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കോടനാട്. അവിടേക്ക് ഉള്ള പുഴയിലേക്കുള്ള ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ പുഴയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വഴിയുടെ റൈറ്റ് സൈഡിലേക്കായിട്ട് വേറൊരു വഴിയുണ്ട്. അത് ചെറിയൊരു കൃഷി സ്ഥലം ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴേക്കും അവിടെ കാണുന്നത് ഒരു പുൽത്തകിടിയാണ്. നല്ല മണൽപ്പരപ്പുള്ള ആഴം കുറഞ്ഞ് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ, ഒരു പുഴയുടെ തന്നെ ഒരു ഏരിയ ആയിരുന്നു. ആ പുഴയിൽ ഒരു 2008 എടുത്തേക്കുന്ന ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 1895 ട്രാവൻകൂർ ഗവൺമെന്റ് ഒരു എലഫന്റ് ട്രെയിനിങ് സെന്റർ തുടങ്ങാനായിട്ടാണ് ഈ കോടനാട് സെലക്ട് ചെയ്തത്. ഒരു എലഫന്റ് ട്രെയിനിങ് സെന്ററിനുള്ള ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ അന്നേരം ഉള്ളത് കോടനാട് തന്നെയായിരുന്നു. കാരണം അത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് വളരെ അടുത്തായിരുന്നു. പിന്നെ പെരിയാർ പുഴയുടെ തീരത്ത് തന്നെയായിരുന്നു. ഈ പാപ്പന്മാരായിരുന്നു ആനകളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്പലത്തിലേക്കൊക്കെ ആയിട്ടും അമ്പലത്തിൽ ഉള്ള ഉത്സവങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ കൂപ്പിൽ തടി വലിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൃഗമായിരുന്നു ആന അന്നത്തെ കാലം. 1950 ആയപ്പോഴേക്കും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ എലഫന്റ് ട്രെയിനിങ് സെന്ററായി മാറി ഈ കോടനാട്. പക്ഷെ അത് അധികം കാലം നിന്നില്ല കേട്ടോ. ഗവൺമെന്റ് എലഫന്റ് ക്യാപ്ചറൊക്കെ ബാൻ ചെയ്തതോടുകൂടി അതൊക്കെ കൊണ്ട് നിന്നു. പിന്നെ ഇത് അറിയപ്പെട്ടത് അനാഥരായിട്ടുള്ളതും മുറിവേറ്റതുമായ ആനകൾക്കും മറ്റു മൃഗങ്ങൾക്കുമായിട്ട് ഒരു അഭയാരണ്യമായിട്ടായിരുന്നു. ഒരു റീഹാബിലിറ്റേഷൻ ആൻഡ് കെയർ സെന്റർ. അതിലൊരു ചലഞ്ച് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 2.5 ഏക്കർ മാത്രമായിരുന്നു ഈ സ്ഥലമുള്ളത്. പക്ഷേ ഈ അനിമൽസിന്റെ നമ്പർ ഒരുപാട് കൂടിക്കൊണ്ടേയിരുന്നു. അതോടെ കോടനാട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം മതിയാവാതായി. അവിടെ ഈ മനുഷ്യവാസമൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ടും വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ടും അവിടെ നിന്ന് 2.5 കിലോമീറ്റർ മാറി കപ്രിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 200 ഏക്കർ വനഭൂമി എടുത്ത് ഈ അഭയാരണ്യം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പാണിയേലി ഭാഗത്ത് കാടിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യപ്രദമായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. ഇവിടേക്ക് പ്രവേശനമൊന്നുമില്ല. നിങ്ങൾക്ക് ആ റെഡ് ബോർഡ് കാണാം. ഇതായിരുന്നു അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റൈറ്റിൽ കാണുന്ന ഈ മതിലായിരുന്നു നമ്മളുടെ മൃഗശാലയുടെ മതിൽ. ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു മൃഗശാല ഉണ്ടായിരുന്നത്. അവിടെ മയിലും വേറെ പലതരം പക്ഷികളും കൃഷ്ണപരുന്തുകൾ, തത്ത, അതുപോലെ തന്നെ മാൻ, പുള്ളിമാൻ, മ്ലാവ് എന്നീ പറഞ്ഞ എല്ലാ ജീവികളും തന്നെ ഉണ്ടായിരുന്നു. മുതലകൾ വരെയും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ ഏരിയ നേരെ കാണുന്ന ഏരിയയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയാണ്. അവിടെയൊക്കെ ഒരു ചെറിയൊരു വഴിയുണ്ട്. പിന്നെ റൈറ്റിലേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആനകൾ ട്രെയിൻ ചെയ്യിക്കുന്ന കേജാണ്. ആ മരം നിൽക്കുന്നതിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു പാർക്കായിരുന്നു. നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനും പിള്ളേർക്കൊക്കെ ഒന്ന് കളിക്കാനൊക്കെ ആയിട്ടുള്ള സകലമാന സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഐസ്ക്രീം പാർലർ അതുപോലെയുള്ള കുറച്ച് ചെറിയ സ്നാക്സ് കിട്ടുന്ന ചെറിയ കടകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോസാണ്. ഈ കോടനാട് ഫംഗ്ഷനിങ് ആയിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സൂവിലുള്ള മൃഗങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സൂവിൽ കിടക്കുന്ന ഒരു മൃഗമല്ല, ചിൽഡ്രൻസ് പാർക്കിലെ കുളത്തിൽ കിടക്കുന്ന ഒരു തവളയാണ്. ഈ സൂവിൽ കിടക്കുന്ന കുറേ മൃഗങ്ങളെ അഭയാരണ്യത്തിലേക്കൊക്കെ മാറ്റി, അതായത് കപ്രിക്കാട് പുതുതായിട്ട് തുടങ്ങിയ അഭയാരണ്യത്തിലേക്ക് മാറ്റി. അതുപോലെ തന്നെ കുറേ മൃഗങ്ങളെ വേറെയും സൂവിലേക്ക് വിട്ടിട്ടുണ്ട് എന്നൊക്കെ അന്ന് പറയുന്നത് കേട്ടു. അതൊക്കെ ശരിയാണോ എന്നും വേറെ ഏത് സൂവിലേക്കാണ് ഏതൊക്കെ മൃഗങ്ങളെയാണ് മാറ്റിയേക്കണേ എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ കാണുന്നതാണ് ആനകളെയൊക്കെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആനക്കൂട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളൊരു കുഞ്ഞ് ആനയും ഇപ്പോൾ 2010 സമയങ്ങളിൽ എടുത്തേക്കുന്ന ഫോട്ടോയാണ്. അതായത് ഇത് അടയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എടുത്തേക്കുന്ന ഫോട്ടോയാണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതായിരിക്കില്ല, കൂട്ടിൽ വെറുതെ അടച്ചേക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.